ഹലോ, ഞാൻ ധന്യ. വെൽക്കം ടു മൈ ചാനൽ മൈ ലൈഫ് മൈ വേൾഡ്. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആണ്. ഞാൻ ഉണ്ടാക്കിയ ഡിഷസ് ആണ് ഇന്ന് വീട്ടിലാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ന്യൂ ഇയറിന് നോർമലി ഞാൻ വീട്ടിലാണ് ആഘോഷിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഡിഷസ് ഒക്കെയാണ് ഇതൊക്കെ. അപ്പം ഞാൻ ന്യൂ ഇയറിന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയത് ബീഫ് സ്റ്റൂവും പുട്ടും ചായയുമാണ്. ഇതുണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഡിഷസാണ് ഇതെല്ലാം. അപ്പോൾ ഞാൻ ഓരോന്നും ഡിഷസ് നിങ്ങളെ കാണിക്കാം. പിന്നെ ഞാൻ കഴിച്ച് കാണിക്കുമ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയത് ഞാൻ തന്നെ കഴിച്ച് കാണിക്കുമ്പോൾ അതിനൊരു എന്താ പറയുക, റെലവൻസ് ഇല്ലാതായി പോകും. അതുകൊണ്ട് എല്ലാം ടേസ്റ്റിയാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കൊണ്ട് കഴിക്കുമ്പോൾ എനിക്ക് എല്ലാം ടേസ്റ്റി ആയിട്ട് മാത്രമേ തോന്നത്തുള്ളൂ. പക്ഷേ ഇതെല്ലാം ടേസ്റ്റിയാണ്. റെസിപ്പി ഓൾറെഡി ഞാൻ ഇതിൻ്റെ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ചെയ്തിട്ടില്ലാത്ത വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ അപ്പോൾ ഞാൻ ഈ ഡിഷസിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ കൈൻഡ് ഓഫ് ഡിഷസ് ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഫിഷ് കറി, ഇത് പാവയ്ക്ക തൈരിട്ടത്, ഇത് മാങ്ങ അച്ചാർ, പിന്നെ പപ്പടം, പിന്നെ ഇത് ബീൻസ് തോരൻ, ഇത് കപ്പ, പിന്നെ ഇത് ബീഫ് ഫ്രൈ, ഇത് പയറ് മെഴുക്കുരുട്ടി, പിന്നെ ഇത് ചെമ്മീൻ തേങ്ങാക്കൊത്ത് ഫ്രൈ, പിന്നെ ഇത് സാലഡ്, ഇത് ഫിഷ് ഫ്രൈ, ഇത് തക്കാളി മോര് കാച്ചിയത്, പിന്നെ ഇത് തക്കാളി ഫ്രൈ, പിന്നെ ഇത് ചിക്കൻ മസാല ചിക്കൻ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ സൂപ്പർ വരെ ഇവർ കഴിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് പപ്പടം, ഇത് നമ്മുടെ ഫിഷ് കറി. അപ്പോൾ ഞാൻ മിക്ക ഡിഷും ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് പയറ് മെഴുക്കുരുട്ടി, ഇത് നമ്മുടെ തേങ്ങാക്കൊത്തിട്ട ചെമ്മീൻ ഫ്രൈ, ഇത് നമ്മുടെ ബീഫ് ഫ്രൈ, ഇത് ബീൻസ് തോരൻ, ഇത് പാവയ്ക്ക തൈരിട്ടത്, പിന്നെ ഇത് കുറച്ച് സാലഡ്, ഇത് തക്കാളി മോരുകറി, തക്കാളി ഞാൻ വെള്ളരിക്ക ഇട്ടിട്ടുണ്ട്, പിന്നെ ഇത് ഫിഷ് ഫ്രൈ. ഈ ഫിഷിൻ്റെ പേരെന്തോ? ഈ ഫിഷിൻ്റെ പേര് വെള്ളക്കോര എന്നാണ്. പിന്നെ ഇത് ചിക്കൻ റോസ്റ്റ് ചെയ്തത്, ഇത് തക്കാളി ഫ്രൈ, ടൊമാറ്റോ ഫ്രൈ. പിന്നെ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ടേസ്റ്റി ഇത് നമ്മുടെ മാങ്ങ അച്ചാർ. പിന്നെ ഇത് കുറച്ച് കപ്പ പുഴുങ്ങിയത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡിഷസ്.
എല്ലാ കറികളും എല്ലാവരും കഴിക്കണം കേട്ടോ. കുടിന് കുറച്ച് ഇഷ്ടമല്ലോ. എന്തോ മീൻ കറിയാ. ഫ്രൈ ഉദ്ദേശിച്ച റോസ്റ്റ് ആയി പോയ സൂപ്പർ രണ്ടെണ്ണം സൂപ്പറാണ്. ഞാൻ നോക്കട്ടെ. ഇവിടെ എല്ലാരും ഓരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. കിടു 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 എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കഴിച്ചു തുടങ്ങിയില്ല. ബീഫ് ഫ്രൈയും ചെമ്മീൻ ഫ്രൈയും കിടു. അപ്പോ ഞാൻ കഴിക്കട്ടെ. ഫിഷ് കറി മാങ്ങാച്ചാർ കിടു. ചുമ്മാ എന്നെ സോപ്പിടാൻ വേണ്ടി പറയുന്നതല്ലേ. ഞാൻ കഴിച്ചു, ഫ്രഷ് തീർത്തു. സൂപ്പർ. ബീൻസ് ഇഷ്ടമില്ലാത്ത ആളുകൾ ഞാൻ അരിഞ്ഞതായതുകൊണ്ടാണ് സൂപ്പർ. നല്ല ടേസ്റ്റ്. ഞാൻ ഓൾറെഡി ഇന്നത്തെ ദിവസം ചില സാധനങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പയർ ടേസ്റ്റ് ചെയ്തു. പയർ ബേബി, ഈ പയർ ബേബി ഭയങ്കര ഇഷ്ടം. ഈ പയർ നോർമലി ഞാൻ വെക്കുമ്പോൾ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാ ഞാൻ എൻ്റെ ആയതുകൊണ്ട് പറ്റി പറയില്ല. കിടു കിടു ന്യൂ ഇയർ ഇത്രയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് വരുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് എല്ലാം ചെയ്ത് വരുമ്പോൾ ടയർഡാവും. ഞാൻ ഒരു രണ്ടുപേരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊന്നുമല്ല. ഇഞ്ചി, വെളുത്തുള്ളി, മാങ്ങ അരിഞ്ഞത് ബേബിയാണ്. അതുകൊണ്ട് മാങ്ങാച്ചാർ കിടു. പിന്നെ ബീൻസ് വരണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി. എല്ലാവരും ന്യൂ ഇയർ ഒക്കെ നന്നായിട്ട് ആഘോഷിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ആഘോഷം ഇതാണ്. ചിലപ്പോൾ വൈകുന്നേരം പുറത്തു പോകും. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സമാധാനമായിട്ടിരിക്കുക. പിന്നെന്താ, ടേക്ക് കെയർ, ബൈ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ.